കുറിച്ചുള്ള ഒരു അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. 6-ാം അധ്യായം, പേജ് 63. Bill had called Henrietta out of his own desperation when, after pacing up and down the lobby of Mayflower Hotel in South Main Street in downtown Akron, he suddenly realized that he needed to talk to another drunk in order to keep from drinking himself. ബിൽ ഡബ്ല്യുവിന്റെ കാര്യമാണ് പറയുന്നത്. ബിൽ ഡബ്ല്യു ഹെൻറിട്ട എന്നുള്ള ഒരു സ്ത്രീയെ വിളിക്കാൻ കാരണം അദ്ദേഹത്തിന് വളരെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം ഉണ്ടായി. അദ്ദേഹം ഹോട്ടൽ ലോബിയിൽ ഇടങ്ങും നടന്നുകൊണ്ടിരിക്കുന്ന മേഫ്ലവർ ഹോട്ടൽ നടക്കുന്നുണ്ടായിരുന്നു. അത് സൗത്ത് മെയിൻ സ്ട്രീറ്റ് ഡൗൺ അക്രോൺ എന്ന സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. എന്താ വെച്ചാൽ ഉടനെ തന്നെ വേറൊരു മദ്യപിക്കുന്ന ആളുമായിട്ട് സംസാരിക്കണം, എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുള്ളൂ എന്നൊരു ഉള്ളിൽ തോന്നി. The Mayflower with its sleek art deco facade was practically new. ആ ഹോട്ടലിനെ കുറിച്ച് പറയാണ് മേഫ്ലവർ. ആ ഹോട്ടലിനെ കുറിച്ച് പറയാ, ആ ബിൽഡിങ്ങിന്റെ അതിന്റെ മുമ്പിലുള്ള മതിലിന്റെ കാര്യമൊക്കെ പറയാണ്. അത് പുതിയൊരു ഹോട്ടലായിരുന്നു. ദ ബെസ്റ്റ് മോസ്റ്റ് മോഡേൺ ഹോട്ടൽ ഇൻ ആക്രോൺ. ആക്രോണിലൊരു പുതിയൊരു ഹോട്ടലായിരുന്നു. ആൻഡ് ദെൻ സാറ്റർഡേ നൈറ്റ് പീപ്പിൾ കെയിം ഡൗൺ ടൗൺ ടു ഷോപ്പ്, മേ ബി ഈറ്റ് അറ്റ് എ റെസ്റ്റോറൻറ്റ് ആൻഡ് ഗോ ടു എ മൂവി. നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യുന്നത് പോലെ, ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സിനിമ കാണാൻ വരിക, പുറത്ത് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ അവിടെ ആളുകൾ വരാറുണ്ട്. Ginger Rogers and Fred Astaire were starring in Roberta at the Rialto, and James Cagney was featured in G-Men in another theatre. അന്ന് കളിക്കുന്ന സിനിമകളുടെ പേരായിരിക്കണം, തിയേറ്ററുകൾ കളിക്കുന്ന സിനിമയുടെ പേരായിരിക്കണം, അതിന് നടന്മാരുടെ പേരുമായിരിക്കും. There was a festive air in the Mayflower lobby. അന്നേ ദിവസം ഉള്ള ഒരു വിശേഷമാണ്. അന്ന് വളരെ ഒരു ആഘോഷകരമായ ഒരു അന്തരീക്ഷമായിരുന്നു മേഫ്ലവർ ലോബിയിൽ അന്ന് രാത്രി. വിത്ത് വാം ടെംപ്റ്റിംഗ് ലോഫ്റ്റർ, നല്ല സുഖകരമായിട്ടുള്ള ടെംപ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ടെംപ്റ്റിംഗ് എന്ന് വെച്ചാൽ മദ്യപാനത്തിലേക്ക് വലിക്കുന്ന തരത്തിലുള്ള ഒരു ചിരി. ബില്ല് ഓർത്തു പോവുകയാണ്. കമ്മിങ് ഫ്രം ദ ബാറിൽ നിന്നുള്ള ബഹളം, ചിരിയുടെ ശബ്ദം. പ്രോബബ്ലി ദ ബാർ വാസ് അൺയൂഷ്വലി ക്രൗഡഡ്. ഒരുപക്ഷെ ബാറ് സാധാരണയിലും വ്യത്യസ്തമായിട്ട് ക്രൗഡഡ് ആയിരുന്നു, ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആൻഡ് മെനി പ്രൈവറ്റ് പാർട്ടീസ് വർ ബീങ് ഹെൽഡ് ഇൻ ദ ഹോട്ടൽ സ്യൂട്ട്സ്. കുറെ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടീസ്, ആഘോഷങ്ങള് ഹോട്ടലിലുള്ള റൂമുകൾ സ്യൂട്ട്സിൽ നടക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഗസ്റ്റ് വർ ഗ്യാദറിംഗ് ഫോർ ദ ആനുവൽ മേ ബോൾ given by St. Thomas Hospital Guild. ആ ഒരു ആനുവൽ മേ ബോൾ അതിന്റെ ഒരു ഇതായിരുന്നു സെന്റ് തോമസ് ഹോസ്പിറ്റൽ. അതിന്റെ ഒരു വിശേഷവും കൂടിയായിരുന്നു. അതിനുവേണ്ടി വന്നിട്ടുള്ള ഗസ്റ്റ്സ് ഒക്കെ അവിടെ കൂടിയിരുന്നു. സിസ്റ്റർ ഇഗ്നേഷ്യ would have been there along with the young Dr. Tom Scudder. സിസ്റ്റർ ഇഗ്നേഷ്യ ഒരു വളരെ വളരെ സഹായിയായിട്ടുള്ള ഒരു സിസ്റ്ററാണ്. അവര് അവിടെ ഉണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർ സ്ക്യൂഡർ കൂടെ ആസ് a member of the courtesy staff. Dr. Bob too might well have put in an appearance had he been sober. ഒരു മെമ്പറായിട്ട് ഇതിന്റെ സ്റ്റാഫായിട്ട് ഡോക്ടർ ബോബും അവിടെ ഒന്ന് വന്നിട്ടുണ്ടാവും സോബർ ആയിരുന്നെങ്കിൽ. Instead of joining the merrymakers at the bar, Bill got the guidance to look at the minister's directory in the lobby. ആ സമയത്ത് ഈ ആളുകളുടെ കൂടെ, ഈ
ആഘോഷിക്കുന്ന ആളുകളിലൂടെ കൂടാതെ ബില്ല് ഒരു ബില്ലിനൊരു ഗൈഡൻസ് കിട്ടി. മിനിസ്റ്റേഴ്സ് പള്ളിയിലുള്ള മിനിസ്റ്റർമാരുടെ ഡയറക്ടറി ലോബിയിൽ, ഹോട്ടലിന്റെ ലോബിയിൽ അതൊരു ഉപകാരപ്രദമായി. ഹെൻറിറ്റയാണത് പറയുന്നത്. ആൻഡ് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ. He just looked there and he put his finger on the name Dr. Walter Trunks. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അത്ഭുതകരമായിട്ടൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഡോക്ടർ വാൾട്ടർ ട്രങ്ക്സ് എന്നുള്ള ആളുടെ പേരില് അദ്ദേഹത്തിന്റെ വിരൽ വെച്ചു. സോ ബിൽ കോൾഡ് ഡോക്ടർ ട്രങ്ക്സ്. ഉടനെ തന്നെ ട്രങ്ക്സിനെ വിളിച്ചു. ആൻഡ് ട്രങ്ക്സ് ഗേവ് ഹിം എ ലിസ്റ്റ് ഓഫ് നെയിംസ്. വൺ ഓഫ് ദം വാസ് നോർമൻ ഷെപ്പേർഡ്, who was a close friend of mine and knew that I was trying to do and knew what I was trying to do for Bob. അതില് ഈ ഡോക്ടർ ട്രങ്ക്സ് ഒരു ലിസ്റ്റ് കൊടുത്തു, ഒരു ലിസ്റ്റ് പേരുകളുടെ ഒരു ലിസ്റ്റ് കൊടുത്തു. അതിൽ ഒന്ന് നോർമൻ ഷെപ്പേർഡ് എന്നായിരുന്നു. ഈ നോർമൻ ഷെപ്പേർഡ് ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ഇവരുടെ ഈ ഹെൻറിറ്റയുടെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാൻ എന്താണ് ബോബിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത്. നോർമൻ said to Bill, I have to go to New York tonight, but you call Henrietta Seiberling, she will see you. അപ്പൊ ഈ നോർമൻ ഷെപ്പേർഡ് അദ്ദേഹത്തിന് അന്ന് ന്യൂയോർക്കിന് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഹെൻറിറ്റനെ വിളിക്കാനായിട്ട് പറഞ്ഞു. അദ്ദേഹം അവര് നിങ്ങളെ വന്ന് കാണും. As Bill described it, he had already called 9 names on his list of 10. ബിൽ അത് വിവരിക്കുന്ന പോലെ അദ്ദേഹം 9 പേരുടെ പേര് ലിസ്റ്റിൽ നിന്ന് വിളിച്ചിരുന്നു. 10 പേരിൽ 9 പേരെയും വിളിച്ചിരുന്നു. And Henrietta was the last. ഈ ഹെൻറിറ്റ അതിൽ അവസാനത്തെ പേരായിരുന്നു. Bill remembered having once met a Mr. Seiberling. ഹെൻറിറ്റ സൈബർലിംഗ് എന്നാണ് അവരുടെ പേര്. അപ്പോ ബില്ല് ഓർക്കുകയാണ് ഒരു മിസ്റ്റർ സൈബർലിംഗിനെ അദ്ദേഹം കണ്ടിരുന്നു. ഫോർമർ പ്രസിഡന്റ് ഓഫ് ഗുഡിയർ ടയർ ആൻഡ് റബ്ബർ കമ്പനി. ഇതിന്റെ ഈ ഗുഡിയർ ടയർ ആൻഡ് റബ്ബർ കമ്പനിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സൈബർലിംഗിനെ കണ്ടിരുന്നു. അസ്യൂം ദാറ്റ് ദിസ് വാസ് ഹിസ് വൈഫ്. ഒരുപക്ഷെ ഈ ഹെൻറിറ്റ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരിക്കാം എന്ന് വിചാരിച്ചു. couldn't imagine calling her with such a plea. പക്ഷെ അതുകൊണ്ട് അതും വിചാരിച്ചുകൊണ്ട് അവരെ വിളിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. ബട്ട് ബിൽ റീകോൾ സംതിങ് കെപ്റ്റ് സേയിങ് ടു മീ യു ഹാഡ് ബെറ്റർ കോൾ ഹർ. പക്ഷെ എന്നിരുന്നാലും ബില്ലിന് എന്തോ തോന്നിയിരുന്നു അവരെ വിളിക്കാനായിട്ട്. അവരെ ഒന്ന് വിളിക്കണം എന്നുള്ള കാര്യം ബില്ലിന് തോന്നിയിരുന്നു. അപ്പോ because she had been enabled to face and transcend other calamities. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ ഹെൻറിറ്റ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളെ മറികടക്കാനുള്ള ഒരു ഇത് കൊടുത്തിരുന്നു. ഷീ സർട്ടൻലി ഡിഡ് അണ്ടർസ്റ്റാൻഡ് മൈൻ. അപ്പൊ ഉറപ്പായിട്ടും അവർക്ക് എന്റെ പ്രശ്നം മനസ്സിലാവും. ബില്ല് പറഞ്ഞു. She was to become a vital link to those fantastic events which were presently to gather around the birth and development of our AA society. എയുടെ ജന്മം കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു ലിങ്ക് ആയിരുന്നു ഹെൻറിറ്റ സൈബർലിംഗ്. അതാവുമായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഈ എയുടെ ഈ AA സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ലിങ്കാണ് അവര്. അത് തുടക്കം കുറിക്കാനായിട്ട് of all the names the obliging rector had given me, she was the only one who cared enough. ഈ പേരുകളിൽ നിന്ന് ഒരാൾ മാത്രമായിരുന്നു എന്നെ കെയർ ചെയ്ത്. I would like here to record our
ടൈംലെസ് ഗ്രാറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ഇവിടെ എൻ്റെ അവരോടുള്ള നന്ദി ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ബില്ല് പറയുന്നത്. ബിൽ കൺക്ലൂഡഡ്. ഹെൻറിറ്റ ഓഫ് കോഴ്സ് വാസ് നോട്ട് ദ വൈഫ് ഓഫ് ദ റബ്ബർ കമ്പനി പ്രസിഡന്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവര് ഈ റബ്ബർ കമ്പനിയുടെ പ്രസിഡന്റിന് വൈഫ് ഒന്നും ആയിരുന്നില്ല. ബട്ട് ഹിസ് ഡോട്ടർ ഇൻ, എന്നിരുന്നാലും അവരുടെ മരുമകളായിരുന്നു, ഡോട്ടർ ഇൻ ആയിരുന്നു. She lived in the gate house of the Cyberlink estate on Portage Path, a short distance from the Smith's home. അവരെവിടെയാ താമസിച്ചിരുന്നത് എന്നുള്ള കാര്യം പറയണം. അവര് ഒരു ഗേറ്റ് ഹൗസ് സൈബർലിങ്ക് എസ്റ്റേറ്റില് പോർട്ടേജ് പാർക്കില് കുറച്ച് സ്മിത്തിന്റെ വീട്ടിന്റെ കുറച്ച് അടുത്തായിരുന്നു. ഹെൻറിറ്റ tried to get Bob and Anne over to her house that Saturday. അന്ന് ആ ശനിയാഴ്ച ഹെൻറിറ്റ ബോബിനെയും ആനിനെയും അവരുടെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. Could they come over to meet a friend of hers, a sober alcoholic, who might help Bob and his drinking problem? ഒന്ന് വരാൻ സാധിച്ചിരുന്നെങ്കിൽ അവർക്ക് ഒരു സുഹൃത്തിനെ കാണാൻ സാധിക്കും. ആ സുഹൃത്ത് ബോബിന്റെ മദ്യപാന പ്രശ്നത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പരിഹാരം കാണാനായിട്ട് സഹായിക്കും. ഈ ഫ്രണ്ട് ഒരു സോബർ ആൾക്കഹോളിക്കാണ്, ഒരു മദ്യപിക്കാത്ത ഒരു മദ്യാസക്തൻ ആൾക്കഹോളിക്കാണ്. At the moment, Bob was upstairs in a stupor after having brought home a large Mother's Day plant, putting it on the kitchen table and collapsing on the floor. It had been all Annie and children could do to get him upstairs. ഈ സമയത്ത് ബോബ് മുകളിൽ ആയിരുന്നു. ഒരു മദേഴ്സ് ഡേ പ്ലാന്റ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അതിനെ കിച്ചൺ ടേബിളിൽ വെക്കാനായിട്ടും അത് ചോട്ടിൽ വീഴുകയും, അത് ആനി കുട്ടികളായിരുന്നു അതിനെ ഡു ടു ഗെറ്റ് ഹിം അപ്സ്റ്റേഴ്സ്, അദ്ദേഹത്തെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവരായിരുന്നു സഹായിച്ചത്. ആനി merely said at first that she didn't think it would be possible for them to make it that day. ആനി ആദ്യം പറഞ്ഞിരുന്നു അന്ന് വരാൻ സാധിക്കില്ല എന്നുള്ള രീതിയാണ്. ബട്ട് ആസ് ഡോക്ടർ ബോബ് റിക്കോൾഡ്, ഹെൻറി ഈസ് വെരി പെർസിസ്റ്റന്റ്. പക്ഷെ ബോബ് ഓർത്തു പോവാൻ, ഹെൻറിറ്റ വളരെ ക്ഷമയുള്ള ഒരു സ്ത്രീയായിരുന്നു. ക്ഷമയും തുടർന്ന് ശ്രമിക്കുന്ന ഒരു ആളായിരുന്നു. എ വെരി ഡിറ്റർമിൻഡ് ഇൻഡിവിജ്വൽ. അവർക്ക് നല്ലൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. ഷീ സെഡ്, "Oh yes, come over." She said, "Oh yes, come on over. I know he will be helpful to Bob." അവര് ഈ പറയുന്ന ക്ഷമയും ഈ പറയുന്ന പെർസിസ്റ്റന്റ് ആയിട്ടുള്ള സ്വഭാവവും ഡിറ്റർമിനേഷനും ഉള്ളത് കൊണ്ട് അവര് വീണ്ടും ഇവരെ വരാനായിട്ട് പറഞ്ഞു. എനിക്കറിയാം ഈ അവരുടെ ഫ്രണ്ട്, അതായത് ബില്ലിനെ കുറിച്ച് പറയണം, അദ്ദേഹം ബോബിന് സഹായകരമായിരിക്കും എന്നുള്ള കാര്യം. And he still didn't think it very wise that we go over that day. Dr. Bob continued. ബോബാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോഴും ആനി വിചാരിച്ചു അന്ന് പോകുന്ന അത്ര ശരിയല്ല എന്നുള്ള രീതിയിൽ ആണ് ആനി വിചാരിച്ചത്. Finally, Henry bore into such an extent that Annie had to tell her, "I was very bagged and had past all capability of listening to any conversation, and the visit would just have to be postponed." അവര് വീണ്ടും ആനിയോട് പെർസ്വേഡ് ചെയ്തപ്പോൾ, നിർബന്ധിച്ചപ്പോൾ ആനിക്ക് പറയേണ്ടി വന്നു, ഡോക്ടർ ബോബിന്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു, അദ്ദേഹത്തിന് ശ്രദ്ധിക്കാനോ എന്തെങ്കിലും സംഭാഷണത്തിലേക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഇവരുടെ വിസിറ്റ് പിന്നൊരു ദിവസത്തേക്കായിട്ട് മാറ്റിവെക്കേണ്ടി വരും എന്ന് പറഞ്ഞത്. ഹെൻറിറ്റ കോൾഡ് ദ സ്മിത്സ് അഗെയിൻ ഓൺ സൺഡേ. ഹെൻറിറ്റ വീണ്ടും സ്മിത്സിനെ വിളിച്ചു, ബോബിന്റെ ഫാമിലിയെ വിളിച്ചു. വിൽ ബോബ് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ടുഡേ എന്ന് ചോദിക്കാൻ വേണ്ടി, ഇന്ന് വരാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കാനായിട്ട്.
I don't remember ever feeling much worse, but I was very fond of Henry. ഡോക്ടർ ബോബ് വളരെ അവശനായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഹെൻറിനെ വളരെ ഇഷ്ടമായിരുന്നു. ആൻഡ് ആനി ഹാഡ് സെഡ് വി വുഡ് ഗോ ഓവർ. അപ്പോ ഡോക്ടർ ബോബിന്റെ വൈഫ് ആനി പറഞ്ഞിരുന്നു നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ബോബ് വെന്റ് ഓൺ. ബോബാണിത് പറയുന്നത്. സോ വി സ്റ്റാർട്ടഡ് ഓവർ. അന്ന് പുറപ്പെട്ടു. ഓൺ ദ വേ ഐ എക്സ്ട്രാക്റ്റഡ് a solemn promise from Annie that 15 minutes of this stuff. അന്ന് ആനിയോട് ഒരു പ്രതിജ്ഞ എടുത്തു, 15 മിനിറ്റ് മാത്രമേ ഞാൻ ഇതിന് തയ്യാറാവുകയുള്ളൂ ഈ ഒരു സംഭവത്തിൽ. 15 minutes of this stuff would be tops. 15 മിനിറ്റിൽ അവസാനിക്കണം. I don't want to talk to this mug or anybody else. എനിക്കിതൊന്നും ആരോടും ഇങ്ങനെ സംസാരിക്കുന്ന വലിയ താല്പര്യം ഇല്ല. ആൻഡ് വി ആർ റിയലി മേക്ക് ഇറ്റ് സ്നാപ്പി. എന്തായാലും നമുക്ക് സംസാരിക്കാം, വളരെ ചുരുക്കി സംസാരിക്കണം. I said, now these are the actual facts. We got there at 5 o'clock and it was 11:15 when we left. But എന്നിരുന്നാലും ഇതാണ് അവിടെ നടന്ന സംഭവം. അവിടെ ഞങ്ങള് 5 മണിക്ക് എത്തിയിരുന്നു. 11:15 അവിടുന്ന് ഞങ്ങൾ വിടുമ്പോ ഏകദേശം ഒരു 6 മണിക്കൂർ. Smitty recalled that although his father was pretty nervous, he was sober when they drove over to Henrietta to meet this fellow who might help him. അപ്പൊ സ്മിറ്റി, ബോബിന്റെ മകൻ പറയാണ്, അദ്ദേഹം അച്ഛൻ വളരെ നെർവസ് ആയിരുന്നു, വളരെ പേടിച്ച ഒരു അവസ്ഥയിലായിരുന്നു. കുടിച്ചിരുന്നില്ല. ഇവര് ഹെൻറിയുടെ വീട്ടിലേക്ക് പോയ സമയത്ത് ഈ ആളെ കാണാൻ വേണ്ടി, ബില്ലിനെ കാണാൻ വേണ്ടി. I did not sit in on that meeting. ഈ മകൻ ആ മീറ്റിംഗിൽ ഇരുന്നിട്ടില്ല. ഓഫ് കോഴ്സ്, ബീങ് എ കിഡ് at that time. ഞാൻ അപ്പോൾ വളരെ ചെറിയ കുട്ടിയായത് കാരണം ഞാൻ ആ മീറ്റിംഗിൽ ഇരുന്നിട്ടില്ല. ആൻഡ് മദർ വാണ്ടഡ് ഡാഡ് ടു ഓപ്പൺ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പം അത് ഈ കുട്ടിയുടെ അമ്മ, അതായത് ബോബിന്റെ ഭാര്യ, ബോബ് മനസ്സ് തുറക്കാനായിട്ടും ആവശ്യപ്പെട്ടിരുന്നു. സോ ഐ ഹാവ് നോ നോളേജ് ഓഫ് വാട്ട് ട്രാൻസ്പയർഡ്. അതുകൊണ്ട് അവിടെ ഈ മകൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് എന്താണ് അവിടെ നടന്നതെന്നുള്ളത് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. However, I remember Bill came to stay at our house shortly afterward. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ ഒരു മീറ്റിങ്ങിന് ശേഷം പെട്ടെന്ന് തന്നെ ബില്ല് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാനായിട്ട് വന്നു. Describing his meeting with the man who was to be my partner, the wonderful friend with whom I was never to have a hard word, Bill said. ഈ ഒരു മീറ്റിംഗ്, ഇങ്ങനെയുള്ള ആളുമായിട്ടുള്ള മീറ്റിംഗ്, അദ്ദേഹം എൻ്റെ പാർട്ട്ണറായി വരാൻ പോകുന്നു എന്നുള്ള കാര്യം, ദ വണ്ടർഫുൾ ഫ്രണ്ട് വിത്ത് ഹൂം ഐ വാസ്, വളരെ നല്ലൊരു സ്നേഹിതനായിരുന്നു. അദ്ദേഹമായിട്ട് ഒരിക്കലും ഒരു കടുത്ത വാക്കുകൾ എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ബില്ല് പറയുന്നത്. Bob did not look much like a founder. He was shaking badly. ബോബ് വളരെ അവശനായിട്ടുള്ള നിലയിലായിരുന്നു, വിറയ്ക്കുന്നുണ്ടായിരുന്നു. Uneasily, he told us that he could stay only about 15 minutes. നേരത്തെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു 15 മിനിറ്റ് ഇവിടെ ഉണ്ടാവാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു. Though embarrassed, he brightened a little when I said I thought he needed a drink. കുറച്ച് മനപ്രയാസമാണെങ്കിലും അദ്ദേഹത്തിനൊരു കുടി ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി ഉഷാറായിരുന്നു. ആഫ്റ്റർ ഡിന്നർ, when he did not eat, Henrietta discreetly put us off in her little library. There Bob talked and I talked until 11 o'clock. അതിനുശേഷം ഹെൻറിറ്റ ഞങ്ങളെ മാറ്റിയിരുത്തി അവരുടെ ലൈബ്രറിയിൽ.
അവിടെ ബോബും ഞാനും, അതായത് ബില്ലിന്റെ കാര്യം പറയാം, 11 മണി വരെ സംസാരിച്ചു. വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ബിറ്റ്വീൻ ദ ടു മെൻ? ഇവര് രണ്ടുപേര് തമ്മിൽ എന്താണ് സംഭവിച്ചത്? വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് മോസ്റ്റ് appealing versions came from Dr. Bob's old schoolmate, Arba J. Irwin, who at least gave proper recognition to what was to become AA's unofficial beverage coffee, then selling at 15 cents pound. എന്താണ് അവിടെ സംഭവിച്ചത്? വളരെ ചുരുങ്ങിയതും വളരെ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള വെർഷൻസ്, അത് ഈ സ്കൂൾമേറ്റ്, ഡോക്ടർ ബോബിന്റെ സ്കൂൾമേറ്റ് ആയ ആർബ ജെ എറിൻ, അവരാണത് കൊണ്ടുവന്നത്. ഹു അറ്റ്ലീസ്റ്റ് ഗേവ് പ്രോപ്പർ റെക്കഗ്നിഷൻ ടു വാട്ട് വാസ് ടു ബിക്കം. അവരാണ് ഇതിനെക്കുറിച്ച് ഒരു റെക്കഗ്നൈസ് ചെയ്ത് പിന്നീട് എയുടെ അൺഒഫീഷ്യൽ ബിവറേജ് കോഫി അവരാണിത് ചെയ്തത്. ദെൻ സെല്ലിംഗ് അറ്റ് 15 cents എ പൗണ്ട്. അതിനെ 15 സെന്റിന് ഒരു പൗണ്ട്. ആൻഡ് സോ ദേ ഗോട്ട് ടുഗദർ ആൻഡ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഹെൽപ്പിംഗ് ഈച്ച് അതർ ആൻഡ് ഹെൽപ്പിംഗ് ദ മെൻ വിത്ത് സിമിലർ ഡിഫിക്കൽട്ടീസ്. അങ്ങനെയാണ് അവർ രണ്ടുപേരും കൂടി സംസാരിക്കാൻ തുടങ്ങിയത്. അവര് പരസ്പരം സഹായിക്കാനും ഈ പ്രശ്നം, ഇതുപോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരെ സഹായിക്കാനും വേണ്ടി സംസാരിച്ചു. They went out into the city's lower edges, the city of Akron, and gathered together a group of friends. അവര് പുറത്തേക്ക് ഇറങ്ങി പല സ്ഥലങ്ങളിലേക്കും പോയി, ആക്രോണിലെ പല സ്ഥലങ്ങളിലേക്കും പോയി. ഒരു പറ്റം കുടിയന്മാരെ കണ്ടു. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് കോഫി. അവരോട് സംസാരിക്കാൻ തുടങ്ങി, കാപ്പി കുടിച്ചുകൊണ്ട്. ബോബ്സ് വൈഫ് ടോൾഡ് she had never made as much coffee as she did in the next 2 weeks. ബോബിന്റെ വൈഫ് പറയണം, അത്രയും കാപ്പി ഉണ്ടാക്കി, ഇതുവരെ അങ്ങനെ ഒരു കാപ്പി ഉണ്ടാക്കിയതില്ല, അടുത്ത 2 ആഴ്ചക്ക് അത്രയും കാപ്പി ഉണ്ടാക്കിയ കാര്യം പറയും. ആൻഡ് ദേ സ്റ്റേഡ് there drinking coffee and starting this group of one helping the other. അങ്ങനെ അവര് പരസ്പരം സഹായം, ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്ന ഈ ഗ്രൂപ്പ് അവിടെ തുടങ്ങി. ആൻഡ് ദാറ്റ് വാസ് ദ വേ AA ഡെവലപ്ഡ്. അങ്ങനെയായിരുന്നു AA പുരോഗമിച്ചത്. This is true, but as we know, there was more to it than that. ഇത് സത്യമായിരുന്നെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ കൂടുതലായിട്ടും അതിലുണ്ട് എന്നുള്ളത്. There is such a thing as keeping it too simple. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതിനെ സിമ്പിളായി വെക്കുക എന്നുള്ള ഒരു കാര്യം. A number of people had been chipping away at Bob for years. A number of people had been chipping away at Bob. ഒരുപാട് ആളുകൾ ബോബിന് ഇങ്ങനെ ചിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചു കാലമായിട്ട്. The Oxford group had a program. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഹെൻറിറ്റ had told him, you must not touch 1 drop of alcohol. ഹെൻറിറ്റ ബോബിനോട് പറഞ്ഞിരുന്ന കാര്യം, തൊട്ടുപോകരുത്, മദ്യം തൊട്ടുപോകരുത്. ഒബ്വിയസ്ലി ബിൽ ബ്രോട്ട് സംതിങ് ന്യൂ ഹിംസെൽഫ്. പക്ഷെ ഇതിലെല്ലാം ഇരുന്നാലും ബില്ല് എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നു. അത് അദ്ദേഹത്തെ തന്നെയായിരുന്നു കൊണ്ടുവന്നത്. What did he say to Dr. Bob that had already been said? എന്താണ് അദ്ദേഹം സംസാരിച്ചത്? ബോബിനോട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? അത് നേരത്തെ പറയാത്തൊരു കാര്യം എന്താണ് സംസാരിച്ചത്? How important were the words? വാക്കുകളുടെ പ്രാധാന്യം എന്തായിരുന്നു? How important compared to the fact that it was one alcoholic talking to another. ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തനോട് സംസാരിക്കുന്നത് എത്രയും
എത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മറ്റേതിനേക്കാളും. നോ വൺ ക്യാൻ സേ പ്രിസൈസ്ലി, ആർക്കും അത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഇൻഡീഡ് ഡോക്ടർ ബോബ് ആൻഡ് ബിൽ themselves place slightly different emphasis on the factors involved. എന്നിരുന്നാലും ഡോക്ടർ ബോബും ബില്ലും അവര് തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു എംഫസിസ് ഈ കാര്യങ്ങളിൽ അവര് കൊടുത്തിരുന്നു. In A Comes of Age, written about 20 years later, A Comes of Age എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് 20 വർഷം കഴിഞ്ഞ് എഴുതിയതാണ്. അതിൽ ബില്ല് പറയുന്നുണ്ട്, ആഫ്റ്റർ ബിൽ ഹാഡ് അനലൈസ്ഡ് the event in the light of subsequent experience. The event in the light of subsequent experience. അതിലുണ്ടായ ഒരു വെളിച്ചം, അതിലുണ്ടായ ഒരു വെളിച്ചം, പിന്നീടുള്ള എക്സ്പീരിയൻസ്, അതിനെ ബിൽ അനലൈസ് ചെയ്തു. He said that he went very slowly on the fireworks of religious experience. അപ്പൊ ആ ഒരു അനാലിസിസിൽ ബില്ല് പറയണം, ഈ റിലീജിയസ് എക്സ്പീരിയൻസിൽ വളരെ പതുക്കെ പോയി. ഫസ്റ്റ് he talked about his own case. അതിനൊക്കെ മുമ്പായിട്ട് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന്റെ കാര്യം തന്നെയാണ്. Until Bob got a good identification with him. അതായത് ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തനിൽ നിന്നും തിരിച്ചറിയുന്ന ഒരു സംഭവം നടക്കുന്നത് വരെ, ബോബ് ബില്ലിന്റെ അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയുന്ന സംഭവം വരെ അദ്ദേഹത്തിന് എന്താ പറ്റിയതെന്നുള്ള കാര്യം പറഞ്ഞു. Then, as Dr. William D. Silkworth had urged, Bill hammered home the physical aspects of the disease. ഡോക്ടർ സിൽക്വർത്ത് പറഞ്ഞതുപോലെ ബില്ല് കൂടുതൽ ആസ്പെക്ട്സ് ഓഫ് അസുഖത്തിന്റെ ആസ്പെക്ട്സിനെ കുറിച്ച് സംസാരിച്ചു. The verdict of inevitable annihilation, അതുണ്ടാവുന്ന ദുരിതാവസ്ഥയെ കുറിച്ചിട്ടുള്ള, മാറ്റാൻ പറ്റാത്ത ദുരിതാവസ്ഥയെ കുറിച്ചിട്ടുള്ള. This Bill felt brought about in Dr. Bob an ego deflation. ഇതുകൊണ്ടായിരുന്നു ബോബിന് ഒരു അഹങ്കാരത്തിൽ ഒരു കുറവ് ഉണ്ടായത്. That triggered him into a new life. ആ അഹങ്കാരം മാറ്റിവെക്കാൻ സാധിച്ചപ്പോൾ അത് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള വഴി തെളിയിച്ചു. Describing their talk as completely mutual thing, Bill said, ഇവരുടെ ഈ സംസാരം ഒരു മൊത്തത്തിൽ ഒരു അവരവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് വിവരിച്ചുകൊണ്ട് ബില്ല് പറഞ്ഞു, ഐ ഹാഡ് ക്വിറ്റ് പ്രീച്ചിങ്. ഞാൻ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ഉപദേശിക്കുന്നത് ഞാൻ നിർത്തി. I knew that I needed this alcoholic as much as he needed me. എനിക്കറിയാം, എനിക്ക് അദ്ദേഹത്തെ എത്ര ആവശ്യമാണോ അത്രത്തോളം അദ്ദേഹത്തിനും എന്നെ ആവശ്യമാണ്. This was it. ഇത് മാത്രമേ ഉള്ളൂ. And this mutual give and take is at the very heart of all of the AA's 12th step work today. ഇതാണ് ഇന്നത്തെ എയുടെ 12ാം പടി പ്രവർത്തനത്തിന്റെ ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഈ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലാണ് ഇതിന്റെ ഒരു ഹൃദയഭാഗമായിട്ടുള്ള എയുടെ 12ാം പടി ഇരിക്കുന്നത്. In Alcoholics Anonymous, published almost exactly 4 years after their first meeting, Dr. Bob noted that Bill was a man who had been cured by the very means I had been trying to employ, that is to say, the spiritual approach. Alcoholics Anonymous publish ചെയ്ത്, നമ്മുടെ ബിഗ് ബുക്ക് പബ്ലിഷ് ചെയ്ത് 4 വർഷം ഇവര് കണ്ടുമുട്ടിയിട്ട് ഒരു 4 വർഷത്തിൽ, അതിന് കണ്ടുമുട്ടിയ ശേഷം ഒരു 4 വർഷത്തിലാണ് അത് ചെയ്തത്. ഡോക്ടർ ബോബ് ഒരു കാര്യം നോട്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ, ബില്ലൊരു ആളായിരുന്നു. അയാള് ഒരു അവസ്ഥയിൽ നിന്നും മോചിതനായിരുന്നു.
അത് ഏത് അവസ്ഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അതേ അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചിതനാവാനുള്ള ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ അപ്രോച്ച് ആയിരുന്നു. ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു അത്. He gave me information about the subject of alcoholism, which was undoubtedly helpful. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു വിവരണം കൊടുത്തു, മദ്യാസക്തി എന്നുള്ള വിഷയത്തെക്കുറിച്ച്. അത് വളരെ ഒട്ടും സംശയമില്ലാത്ത രീതിയിൽ സഹായപരമായിരുന്നു. Of far more importance, he continued, was the fact that he was the first living human with whom I had ever talked who knew what he was talking about in regard to alcoholism for actual experience. ഏറ്റവും പ്രാധാന്യം കുറിച്ചത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ അദ്ദേഹം പിന്നീട് പറയുകയാണ് അതിലെന്താണെന്ന് വെച്ചാൽ, അതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങേരോട് സംസാരിച്ച ആദ്യത്തെ ഒരു ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇതുവരെ അദ്ദേഹമായിട്ട് ഞാൻ ഒരു സംഭാഷണം നടത്തിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, മദ്യാസക്തിയുടെ കാര്യത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പച്ചയായിട്ടുള്ള അനുഭവത്തിൽ നിന്ന്. ഇൻ അതർ വേർഡ്സ്, ഹി ടോക്ക് മൈ ലാംഗ്വേജ്. അതിനെ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിച്ചു. He knew all the answers, and certainly not because he had picked them up in his reading. അദ്ദേഹത്തിന് ഇതിന് എല്ലാത്തിനും ഒരു ഉത്തരം ഉണ്ടായിരുന്നു. അത് ഒരിക്കലും പുസ്തകം വായിച്ചു കിട്ടിയതല്ല എന്നാണ് പറയുന്നത്. Whatever Bill said, and in the course of some 5 hours of conversation, he must have thrown in everything he ever knew or thought or guessed about alcoholism. എന്ത് തന്നെ ബില്ല് പറഞ്ഞിരുന്നെങ്കിലും അത് ഈ 5 മണിക്കൂർ സംസാരിച്ചതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് എന്തെല്ലാം അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം അദ്ദേഹത്തിന് തോന്നിയിരുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം അദ്ദേഹം ഗസ് ചെയ്തോ മദ്യാസക്തിയെ കുറിച്ച്. ആൻഡ് ടോൾഡ് ദ ലോങ് വെർഷൻ ഓഫ് ദ സ്റ്റോറി ടു ബൂട്ട്. ഇതിന്റെ ഒരു വളരെ ദൈർഘ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച്. ബോബ് സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് ബോബ് മദ്യം അപ്പൊ തന്നെ നിർത്തി. Bill seemed to place more emphasis on what he was saying than on the fact that it was he himself saying it, while Bob indicated that although it was helpful, he had heard most of it before. Bill ഒരു കാര്യത്തിൽ ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, what he was saying than on the fact that it was himself saying it. അദ്ദേഹം എന്താണോ പറയുന്നുണ്ടായിരുന്നത് അത് അദ്ദേഹം തന്നെ പറയുന്നു എന്നുള്ള കാര്യത്തിൽ. While Bob indicated, അതേ സമയത്ത് ബോബ് പറഞ്ഞു അത് although it was helpful, അത് സഹായപ്രദമായിരുന്നെങ്കിൽ പോലും he had heard most of it before. അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കേട്ട പോലെ ഉണ്ടായിരുന്നു. Important to him was the fact that another alcoholic was telling him. ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വേറൊരു കുടിയൻ തന്നെ ഇദ്ദേഹത്തോട് പറയുന്നു എന്നുള്ളതാണ്. If William James, Carl Jung and Dr. Silkworth, along with Frank Bushman and all members of the Oxford group, had been doing the talking, it would have been just another lecture. അപ്പൊ ഈ മദ്യാസക്തനോട് സംസാരിക്കുന്ന ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയുക. അതിപ്പോ വില്യം ജെയിംസോ അല്ലെങ്കിൽ കാൾ യുങ്ങോ അല്ലെങ്കിൽ ഡോക്ടർ സിൽക്വർത്തോ ആണ് പറഞ്ഞിരുന്നെങ്കിൽ അത് മറ്റൊരു പ്രഭാഷണം പോലെ തോന്നിയിട്ടുണ്ടാവൂ എന്നാണ് പറയുന്നത്. She remembered that she kept expecting her parents home almost any minute that Sunday evening, but they didn't come until almost midnight. ഇവരുടെ മകള് അവര് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ആ ഞായറാഴ്ച വൈകുന്നേരം. പക്ഷെ അവര് അർദ്ധരാത്രി വരെ വന്നില്ല. When they did return, her father seemed more at ease.
than he had been. പക്ഷെ അവർ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ വളരെ ആശ്വാസപരമായിട്ട് കാണപ്പെട്ടു. ഓൾദോ ഹി സ്റ്റിൽ വാസിന്റ് ഇൻ ഗുഡ് ഷേപ്പ്. അദ്ദേഹം ഒരു നല്ലൊരു ഷേപ്പിലൊന്നും ആയിരുന്നില്ല, പക്ഷെ ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ട് കാണപ്പെട്ടു. ഹി അപ്പറന്റ്ലി ലുക്ക് ബെറ്റർ ഓൾ അറൗണ്ട്. എന്നിരുന്നാലും ഒരു മെച്ചപ്പെട്ട മനുഷ്യനായിട്ട് കാണപ്പെട്ടു. ഹി ഈസ് ക്വയറ്റ് എൻത്യൂസ്ഡ് അബൌട്ട് ഹിസ് ടോക്ക് വിത്ത് യു. അദ്ദേഹം ഈ ഒരു സംസാരത്തിൽ വളരെ വളരെ ഉത്സാഹിതനായി. ഷീ ടോൾഡ് ബിൽ. അതായത് ബില്ലിനോട് ബോബിന്റെ മകള് പറയുന്ന കാര്യമാണ്. ഐ ക്യാൻ റിമെമ്പർ ദാറ്റ്. എനിക്കത് ഓർത്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്. He didn't go into it a whole lot, but I do remember Dad saying that you seemed to hit it off with him more because you both had the same thing. അപ്പൊ അച്ഛൻ മകളോട് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. Saying that you seemed to hit it off with him. നിങ്ങളതൊരു ശരിക്കും ഒരു അടി അടിച്ചു അദ്ദേഹത്തിന്റെ മുകളിൽ. എന്താണ് അത് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേർക്കും ഉള്ള ഒരു കാര്യമായിരുന്നു അത് എന്നുള്ളത്. He realized that it wasn't just him. അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞത് അദ്ദേഹം ആയിരുന്നില്ല എന്നുള്ളത്. He told me that members of the Oxford group just didn't have the same type of problem. അദ്ദേഹം പറഞ്ഞു ഇതേ പ്രശ്നം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. As Bill put it, the spark was struck. അപ്പോഴായിരുന്നു ഒരു മിന്നൽ ഉണ്ടായത്. ബില്ല് പറയുന്നത് അവിടെയാണ് ഒരു മിന്നൽ ഉണ്ടായത്. Then Bill recalled in a conversation with T. Henry Williams, the group was formed here in the middle of your group. അപ്പോൾ പിന്നീടാണ് ബില്ല് ഓർക്കുന്നത് ടി ഹെൻറിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായി ഇവരുടെ ഇടയിൽ, ഈ ഗ്രൂപ്പിന്റെ ഇടയിൽ. ആൻഡ് ഇറ്റ് ഗ്രൂ ഫാസ്റ്റ് ബിക്കോസ് യു ഫോക്സ് വർക്ക് ഹാർഡർ, ഐ ഗസ്, ടി ഹെൻറി സെഡ്. അത് പെട്ടെന്ന് തന്നെ വളർന്നു വലുതായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലോണം പ്രവർത്തിച്ചു എന്ന് ഹെൻറി പറയും. വി ഹാഡ് ടു, ബിൽ സെഡ്. അത് ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു എന്ന് ബില്ല് പറയുന്നു. വി വർ അണ്ടർ awful compulsion. ഞങ്ങൾക്കതൊരു നിർബന്ധമായിട്ട് ആവശ്യമായിരുന്നു. ആൻഡ് വി ഫൗണ്ട് ദാറ്റ് വി ഹാഡ് ടു ഡു സംതിങ് ഫോർ സംബഡി ഓർ ആക്ച്വലി പെറിഷ് അവർ സെൽസ്. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് ചെയ്യണം, ഒരു ഉപകാരപ്രദമായി ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലാതാവും എന്നുള്ള കാര്യം മനസ്സിലായി. ബിൽ സ്റ്റേഡ് ഇൻ അക്രോൺ. ബിൽ അക്രോണിൽ തന്നെ താമസിച്ചു. ഹെൻറിറ്റ സെഡ്. ഹെൻറിറ്റയാണത് പറയുന്നത്. There was a neighbor of mine who had seen the change in my life brought about by the Oxford group. ഒരു നൈബർ ഉണ്ടായിരുന്നു, ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നിലുള്ള മാറ്റങ്ങൾ, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ഉണ്ടായതുകൊണ്ട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ സാധിച്ചു. ആൻഡ് ഐ കോൾഡ് ഹിം ആൻഡ് ആസ്ക്ഡ് ഹിം ടു പുട്ട് ബിൽ അപ്പ് അറ്റ് ദി കൺട്രി ക്ലബ് ഫോർ 2 weeks ഓർ സോ. അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് ഈ ബില്ലിനെ കൺട്രി ക്ലബിലായിട്ട് താമസിപ്പിക്കാനായിട്ട് ചോദിച്ചു. ജസ്റ്റ് ടു കീപ് ഹിം ഇൻ ടൗൺ. അദ്ദേഹത്തെ ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ അവിടെ കൺട്രി ക്ലബിൽ താമസിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഐ ന്യൂ ബിൽ ഹാഡ് നോ മണി ലെഫ്റ്റ്. അത് ബില്ലിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അറിയാമായിരുന്നു. It was late May, and while Bill and Dr. Bob may have realized that something very special had happened between them, there is no evidence that they had any idea of its full significance. ഒരു മെയ് മാസം അവസാനം ബില്ലും ബോബും ഒരു കാര്യം തിരിച്ചറിഞ്ഞു. അവരിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള സംഗതി സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ എന്നിരുന്നാലും അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു സിഗ്നിഫിക്കൻസ്, മൊത്തത്തിൽ ഇത് എന്തായി തീരും എന്നുള്ളതിന് ഉള്ള ഒരു ഐഡിയ അവർക്ക് ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് neither of them said anything to this effect. ഈ ഒരു ഇതിന്റെ കാര്യത്തിന് അവർ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. We are co-founders of Alcoholics Anonymous and we better get started writing the 12 steps. അപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ രണ്ടാളും ആണ് ഇതിന്റെ co-founders ആൽക്കഹോളിക്സ് അനോണിമസിന്റെ. ആൻഡ്
ഒരു 12 പടികളുടെ കാര്യം എഴുതാൻ തുടങ്ങാം എന്നുള്ളത് പറഞ്ഞു. Dr. Bob cited another point of identification: the association of both with the Oxford group. Dr. Bob വേറൊരു പോയിന്റ് പറഞ്ഞു, തിരിച്ചറിയൽ എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് വെച്ചാൽ the association of both, രണ്ടാളുടെയും അസോസിയേഷൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് പറഞ്ഞു. ബിൽ ഇൻ ന്യൂയോർക്ക് ഫോർ 5 months and I in Akron for 2.5 years. അത് ബില്ലിന്റെയും അദ്ദേഹത്തിന്റെയും കാര്യം പറഞ്ഞു. ബില്ല് ന്യൂയോർക്കിൽ 5 മാസവും ആക്രോണിൽ ഞാൻ 2.5 വർഷവും. ബട്ട് there was a significant difference. Bill had acquired their idea of service. I had not. ആ ഒരു സേവനത്തിന്റെ ഒരു ഐഡിയ, ആ ഒരു വ്യത്യാസം ബില്ലിന് കിട്ടിയിരുന്നു, അത് എനിക്ക് ഉണ്ടായില്ല. This idea which Bill brought and Dr. Bob never forgot was put into action immediately. They started trying to help yet another drunk. ഇവര് രണ്ടുപേർക്കും ആയിട്ട് കിട്ടിയ ഐഡിയനെ അവര് മറ്റൊരു മദ്യപനിൽ പരീക്ഷിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. In a letter to Louis, Bill noted that he was writing from the office of one of my friends, Dr. Smith, who had my trouble. ഒരു ബില്ല് ലൂയിന് ഒരു കത്ത് എഴുതുന്നു, അവിടെ അത് നോട്ട് ചെയ്തു. അതെന്താണെന്ന് വെച്ചാല് അദ്ദേഹം ഈ കത്ത് ഡോക്ടർ സ്മിത്തിന്റെ ഒരു ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ സ്മിത്ത്, ഈ ഒരു പ്രശ്നമുള്ള ആള്. He said together they were working to change a once prominent surgeon who had developed into a terrific rake and drunk. അതിൽ പറയുന്നുണ്ട് ഒരു ഡോക്ടറെ, ഒരു വളരെ പ്രശസ്തനായ ഡോക്ടറെ ഈ പ്രശ്നത്തിൽ നിന്ന് മാറ്റാനായിട്ട്. Conceivably, this could have been the fellow Betty B. remembered, the doctor who wheeled patients into the operating room in the dead of night. ഇത് ഇയാളെ കുറിച്ച് ഇത് ആയിരിക്കും എന്ന് പറയുന്നു. ബെറ്റി ബി ഓർക്കൺ, the doctor who wheeled patients into the operating room. ആ ഡോക്ടർ പേഷ്യൻസിനെ റൂമിലേക്ക് കൊണ്ടുവരുന്നു. Bill's letter was dated May 1935 and thus shows they had started carrying the message together at least within 2 weeks or so of their first meeting. ബില്ലിന്റെ 1935 ഡേറ്റഡ് ലെറ്ററിൽ പറയുന്നത് അവർ രണ്ടാളും ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. ഒരു രണ്ടാഴ്ചക്കകം തന്നെ ഇവർ കണ്ട ശേഷം മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട്. In this and subsequent letters to Louis, Bill made frequent, if casual, mention of the Smiths. ഈ കത്തുകളിലും അതിനുശേഷമുള്ള കത്തുകളിലും ബില്ല് ലൂയിക്കുള്ള കത്തുകളിലും അദ്ദേഹം ഇവരെ കുറിച്ച് പറഞ്ഞിരുന്നു, സ്മിത്സിന്റെ ബോബിന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞിരുന്നു. That he had been there for meals and found the rest of the family to be as nice as he is. അവരുടെ ഫാമിലി വളരെ നല്ല ഫാമിലി ആയിരുന്നു എന്നുള്ള കാര്യം. That he had to bus off to Dr. Smith's, Vermonter and alcoholic, for supper. അദ്ദേഹം അവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിന് പോയ കാര്യം പറയണം. In one letter with a June date, Bill described Bob and Annie as people 10 or 12 years older than ourselves. ഡോക്ടർ ബോബും ആനിയും നമ്മളിൽ നിന്നും 10-12 വർഷം വയസ്സ് കൂടുതലുള്ളവരാണ് എന്നത് ബില്ലും ലൂയിനോട്. Bill was then 39 while Bob was 55. ആ സമയത്ത് ബില്ലിന് 39 ആയിരുന്നു വയസ്സ്, ബോബിന് 55 ആയിരുന്നു വയസ്സ്. He was in danger of losing his practice. മദ്യപാനം കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രാക്ടീസ്, ഡോക്ടറായിട്ടുള്ള പ്രാക്ടീസ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ബിൽസ്. Though he is apparently a very competent and mighty popular figure.
അദ്ദേഹത്തിന് പേരും പ്രശസ്തിയും ഉണ്ടെങ്കിലും കാര്യം ഉണ്ടായിരുന്നില്ല. യു വിൽ ലൈക്ക് ദം ഇമ്മൻസ്. അതായത് ലൂയിനോട് പറയുന്നു, നിങ്ങൾക്ക് അവരെ വളരെ ഇഷ്ടപ്പെടും. In another letter, Bill mentioned that he was going to move into the Smith's house. Annie too wrote to Louis, who reported this kindness to Bill in her next letter. Bill didn't save letters then. Louis did. ഇവര് കത്ത് എഴുതിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. മറ്റൊരു കത്ത് ബില്ല് ഇവരുടെ കൂടെ തന്നെ താമസം തുടങ്ങാൻ അങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആനിയും ലൂയിന് കത്തെഴുതി അവരുടെ ബില്ലിനോടുള്ള വളരെ ഉള്ള കൈൻഡ്നെസ്സിനെ കുറിച്ചും എഴുതിയിട്ടുണ്ടായിരുന്നു. ബില്ല് ഈ കത്തൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ലൂയി എടുത്തു വെച്ചിട്ടില്ല. ലൂയി സേവ് ചെയ്തിട്ടില്ല. Mrs. Smith is quite flattering, he responded. You see, Bob had been in the group of the Oxford group and sort of backslid. They didn't have anyone who really understood alcoholics, and I used to help him a lot, I think. Mrs. Smith is flattering, he responded. Mrs. Smith ഫ്ലാറ്റർ ചെയ്യാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് പൊക്കി പറയാണെന്ന് പറഞ്ഞു. യു സി, ബോബ് ഹാഡ് ബീൻ ഇൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. ബോബ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലായിരുന്നു. ദ സോർട്ട് ഓഫ് ബാക്ക് സ്ലിഡ്, അതായിരുന്നു അതിന്റെ പുറകോട്ടുള്ളൊരു. They didn't have anyone who really understood. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ആൽക്കഹോളിക്സിനെ മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നു. And I was used to help him a lot, I think. ഞാനായിരുന്നു അദ്ദേഹത്തെ സഹായിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. According to Bill, Annie Smith had decided that practical steps need to be taken to protect her husband's newfound sobriety. ബില്ലിന്റെ ബില്ല് പറയുന്ന പ്രകാരം ആനി സ്മിത്ത്, ഡോക്ടർ ബോബിന്റെ വൈഫ്, ഒരു കാര്യം തീരുമാനിച്ചു. പ്രായോഗികമായിട്ടുള്ള നടപടികൾ എങ്ങനെ ഈ അവരുടെ ഭർത്താവിനുണ്ടായ ഈ ഒരു സുബോധത്തെ നിലനിർത്തണം എന്നുള്ളതിന് പ്രായോഗികമായിട്ടുള്ള നടപടി എടുക്കാനായിട്ട്. ഷീ ഇൻവൈറ്റഡ് ബിൽ ടു കം ലീവ് വിത്ത് ദം. അതുകൊണ്ട് അവര് ബില്ല് ഇവരുടെ കൂടെ താമസിക്കാനായിട്ട് വിളിച്ചു. There I might keep an eye on Dr. Bob and he on me. അവിടെ പരസ്പരം ഞങ്ങൾ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശ്രദ്ധ ചെലുത്താനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. The invitation came at an opportune time. Bill was about to broke, even though he had received some money from his partners in New York and was again helping to come out ahead in the proxy fight that had first brought him to Akron. ഇതൊരു ബില്ല് വളരെ ഒരു കഷ്ടസ്ഥിതിയിലുള്ള, പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്തായിരുന്നു ഈ ഒരു സഹായം അദ്ദേഹത്തിന് കിട്ടിയത്. കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിലും പ്രശ്നത്തിലായിരുന്നു. For the next 3 months, I lived with these 2 wonderful people, Bill said. അടുത്ത 3 മാസം ഈ 2 നല്ല ആളുകളിലൂടെ ഞാൻ ജീവിച്ചു എന്ന് ബില്ല് പറയുന്നു. I shall always believe they gave me more than I ever brought them. ഞാൻ അവർക്ക് കൊടുത്തതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് അവർ തന്നു എന്നാണ് പറയുന്നത്. Each morning there was a devotion, he called. രാവിലെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. After a long silence in which they awaited inspiration and guidance. അവര് ഒരു പ്രചോദനവും ഒരു മാർഗദർശനവും കിട്ടാനായിട്ട് അവര് വെയിറ്റ് ചെയ്തു. ആനി വുഡ് റീഡ് ദ ബൈബിൾ. ആനി ബൈബിൾ വായിക്കും. ജെയിംസ് വാസ് അവർ ഫേവറേറ്റ്, ഹി സെഡ്. ജെയിംസ് ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞു. റീഡിംഗ് ഫ്രം ഹർ ചെയർ ഇൻ ദ കോർണർ, ഷീ വുഡ് സോഫ്റ്റ്ലി കൺക്ലൂഡ്, ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്സ് ഈസ് ഡെഡ്. അവർ ഈ നമ്മൾ പ്രശസ്തമായിട്ട് പറയുന്ന പ്രവർത്തനമില്ലാത്ത വിശ്വാസം മരണതുല്യമാണെന്നുള്ള കാര്യം.
This was a favorite quotation of Annie's, much as the book of James was favorite with early AAs. ഇതാണ് ഈ quotation ആണ് വളരെ പ്രശസ്തമായിട്ടുള്ള. അത് ഈ എയുടെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. So much so that the James Club was favored by some as a name for the fellowship. ജെയിംസ് ക്ലബ് എന്നുള്ള ഒരു പേര് കൊടുത്തിരുന്നു ഫെലോഷിപ്പ്. Sue also remembered the quiet time in the mornings. സ്യൂവിനും ഈ വളരെ ശാന്തമായിട്ടുള്ള ഈ രാവിലത്തെ സമയങ്ങളെ ഓർക്കാൻ സാധിക്കുന്നു. How they sat around reading from Bible, എങ്ങനെ അവർ ബൈബിൾ വായിച്ചിരുന്നു. Later they also used the upper room, a Methodist publication that provided a daily inspirational message, interdenominational in its approach. അതൊരു വിവരിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണല്ലോ ഇന്റർഡിനോമിനേഷണൽ. ആ രീതിയിൽ അവര് എങ്ങനെ രാവിലെ സമയം ചിലവഴിച്ചിരുന്നു, മുകളിലുള്ള റൂം എങ്ങനെ ഉപയോഗിച്ചിരുന്നു, അവർക്ക് വളരെ ഇൻസ്പയർ ഉണ്ടാവുന്ന മെസ്സേജുകൾ കിട്ടിയിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോ ഇനിയും കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. ഇന്ന് സമയം 11 മണിയായി. നമുക്കിവിടെ നിർത്താം. അപ്പൊ പേജ് നമ്പർ 71 നിർത്താണ് കേട്ടോ. ഓക്കെ സാർ. ഓക്കെ ഞാൻ 71. ഓക്കെ.